ഹലോ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, നമുക്ക് പലപ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ മടി തോന്നും. അത് ചെയ്തേ മതിയാകും എന്ന അവസ്ഥയിൽ എത്തുന്നവരെ നമ്മളത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവസാന നിമിഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നമ്മൾ ആ ജോലി ചെയ്തു തീർക്കും. നിങ്ങളും ഇതേ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫ്രാൻസിസ്കോ സിറിലിയോയുടെ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള സമയം എഫക്റ്റീവായി മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന പോമഡോറോ ടെക്നിക്കിനെ പറ്റിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുഴുവൻ പോസ്റ്റും വായിക്കാവുന്നതാണ്. അപ്പോൾ ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ടെക്നിക്ക് ഉടലെടുത്തത് 1980കളിലാണ്. അന്ന് ഫ്രാൻസിസ്കോ സിറിലിയോ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മളെപ്പോലെ തന്നെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും തോന്നാറില്ലായിരുന്നു. തന്റെ ജോലികൾ അദ്ദേഹവും പിന്നീടത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആശങ്ക തോന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് തക്കാളിയുടെ രൂപമുള്ള ഒരു ടൈമർ ഉണ്ടായിരുന്നു. ആ ടൈമറിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പോമഡോറോ ടെക്നിക് എന്ന ആശയം ഉത്ഭവിച്ചത്. പോമഡോറോ ഒരു ഇറ്റാലിയൻ വാക്കാണ്. അതിനർത്ഥം ടൊമാറ്റോ എന്നാണ്. ഇനി ടെക്നിക് എന്താണെന്ന് നോക്കാം. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തൊരു കാര്യത്തെയും ചെറിയ ചെറിയ ടൈം ഇന്റർവെൽസ് ആയി ഡിവൈഡ് ചെയ്യണം. ഇതിലെ ഓരോ ഷോർട്ട് ഇന്റർവെൽസിനും വിളിക്കുന്ന പേരാണ് പോമഡോറോസ്. ഓരോ ഇന്റർവെല്ലിന്റെയും ഇടയിൽ ഒരു ചെറിയ ബ്രേക്കും എടുക്കണം. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ എന്ത് കാര്യമാണോ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ടാസ്ക് ചൂസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, 25 മിനിറ്റിന്റെ ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് ആ ടാസ്ക് ചെയ്യാൻ ആരംഭിക്കുക. എന്നിട്ട് 25 മിനിറ്റ് ആകുന്നവരെ അല്ലെങ്കിൽ ടൈമർ അടിക്കുന്നത് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. തേർഡ് സ്റ്റെപ്പ്, നിങ്ങൾ ഈ 25 മിനിറ്റ് പോമഡോറയിൽ മുഴുവൻ ഫോക്കസും നിങ്ങളുടെ ടാസ്കിൽ വെക്കുക. അനാവശ്യമായി ടൈമർ ചെക്ക് ചെയ്യാതിരിക്കുക. ഫോർത്ത് സ്റ്റെപ്പ്, 25 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ 5 മിനിറ്റിന്റെ ബ്രേക്ക് നിർബന്ധമായും എടുക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പ്, അവസാനമായി 4 തുടർച്ചയായുള്ള പോമഡോറോയ്ക്ക് ശേഷം 20 മിനിറ്റിന്റെ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരിടത്ത് തന്നെ ഇരിക്കാതെ ഒന്ന് എണ്ണീറ്റ് ചുറ്റും നടക്കുകയും ഡീപ് ബ്രത്ത്സ് എടുക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇനി കുറച്ച് അഡീഷണൽ ടിപ്സ് നോക്കാം. ടിപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് മേടിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസോ ഉപയോഗപ്പെടുത്താം. ഞാൻ ഉപയോഗിക്കുന്നത് പോമഡോറോ ടൈമർ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ടിപ്പ് നമ്പർ 2, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ എന്റെ മൊബൈലിൽ എയ്റോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടിരിക്കും. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കാൻ ഇത് സഹായിക്കും. ടിപ്പ് നമ്പർ 3, യൂസ് ഇൻഫോം നെഗോഷിയേറ്റ് കോൾ ബാക്ക് സ്ട്രാറ്റജി. ഇത് ഫ്രാൻസിസ്കോ സിറിലിയോ സ്വയം ഉപയോഗപ്പെടുത്തുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതുമായ ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയി വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇൻഫോമിന്റെ ഇവിടത്തെ അർത്ഥം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നതാണ്. നെഗോഷിയേറ്റ്, നിങ്ങൾ ആ വ്യക്തിയോട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തീർച്ചയായും ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാമെന്ന് അറിയിക്കുക. കോൾ ബാക്ക്, നിങ്ങളുടെ ടാസ്ക് അല്ലെങ്കിൽ പോമഡോറോ കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ തിരിച്ചു വിളിക്കുക. നിങ്ങൾക്ക് ഈ ടെക്നിക്ക് പഠനത്തിനായോ ജോലി ചെയ്യാനായോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. വിവിധ പഠനങ്ങൾ അനുസരിച്ച് നമ്മുടെ മനസ്സിന് 30 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. ടിപ്പ് നമ്പർ 4, മോഡിഫൈ ദിസ് ടെക്നിക് അക്കോർഡിംഗ് ടു യുവർ നീഡ്സ്. 25 മിനിറ്റ് പോമഡോറോയും 5 മിനിറ്റ് ബ്രേക്കും ഇതിന്റെ ട്രഡീഷണൽ മെത്തേഡ് മാത്രമാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളരെ ഫോക്കസ്ഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചില ബ്രേക്കൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ മിക്ക തുടക്കക്കാർക്കും ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക.